ഒരു ആലപ്പുഴക്കാരന്റെ വിലാപം കേൾക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇനി കേൾക്കുവാൻ പോകുന്നത് ഒരു ആലപ്പുഴക്കാരന്റെ മാത്രം വിലാപമല്ല, കുട്ടനാടൻ ജനതയുടെ ഒന്നാകെയുള്ള വിലാപമാണ്. വെള്ളം കയറാത്ത പുതിയ AC റോഡെന്ന പെരുമയ്ക്കുമേൽ ഇത്തവണയും വെള്ളം കയറി. 800 കോടിയിലധികം രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ കനത്ത മഴയിൽ വീണ്ടും വെള്ളത്തിനടിയിലായി. ഏതു വൻ പ്രളയത്തിലും വെള്ളം കയറില്ല എന്ന ഔദ്യോഗിക അവകാശവാദങ്ങളെ കാറ്റിൽ പറത്തിയാണ് പാതയുടെ വിവിധ ഭാഗങ്ങൾ മുങ്ങിത്താന്നത്. വലിയ ട്രാക്ടറുകൾക്ക് പോലും നിരത്തിൽ ഇറങ്ങാനാവാത്ത അവസ്ഥ. കിടങ്ങറ പാലത്തിന് കിഴക്കുള്ള പൂവം ഭാഗം, മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷൻ, AC കോളനി, ഒന്നാങ്കര, പാറയ്ക്കൽ, പൂവം, മങ്കൊമ്പ് തുടങ്ങിയ പലയിടങ്ങളിലും റോഡ് മുങ്ങി. വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും നൂറുകണക്കിന് ചെറുകിട വാഹനങ്ങളുടെ എഞ്ചിൻ കേടായി വഴിയിൽ കുടുങ്ങുകയും ചെയ്തു. താഴ്ന്ന പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുമെന്ന ആദ്യകാല പ്ലാനുകൾ മാറ്റിയതും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് കോടികൾ മുടക്കിയിട്ടും റോഡ് വീണ്ടും മുങ്ങുവാൻ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൂടാതെ AC കനാലിലെ ബ്ലോക്ക് തടസ്സപ്പെട്ടതും കനാലിൽ നിന്നുള്ള വെള്ളം റോഡിലേക്ക് കവിഞ്ഞൊഴുകിയതും പ്രതിസന്ധി രൂക്ഷമാക്കി. KSRTC ബസ്സുകളും വലിയ വാഹനങ്ങളും സർവീസ് ഇപ്പോൾ നടത്തി തുടങ്ങിയെങ്കിലും കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് മഴ ഇനിയും ശക്തമായാൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പിണറായി എന്ന തീവട്ടിയും അവന്റെ മരുമകനും ഊരാളുങ്കൽ സൊസൈറ്റിയും ചേർന്ന് 800 കോടിയിലധികം രൂപ വെട്ടിത്തിന്ന ഈ റോഡിന്റെ അവസ്ഥയാണിത്. KC വേണുഗോപാലിനും കുലംകുത്തി മറുകണ്ഠം ചാടിയ G സുധാകരനും ഇതൊന്നും കണ്ടിട്ടും ഇപ്പോൾ മിണ്ടാട്ടമില്ല, വായിൽ പഴവും തിരികെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഊരാളുങ്കലിന് തന്നെയാണ് UDF സർക്കാർ വന്നിട്ടും വീണ്ടും വീണ്ടും നിർമ്മാണ കരാറുകൾ ടെൻഡർ പോലുമില്ലാതെ നൽകുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? കഴിഞ്ഞ 14 ദിവസമായി വെള്ളം പൊങ്ങി വീടും കൂടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന കുട്ടനാട് സ്വദേശിയായ കുഞ്ഞച്ചന്റെ വാക്കുകൾ കേൾക്കുക. ഇതൊരു കുഞ്ഞച്ചന്റെ മാത്രം വാക്കുകളല്ല, കുട്ടനാടൻ ജനതയുടെ ഒന്നാകെയുള്ള വിലാപമാണ്. ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ചമ്പക്കുളം പഞ്ചായത്താണ്. കുഞ്ഞച്ചൻ പടിഞ്ഞാറേക്കളം സാമൂഹ്യ പ്രവർത്തനാണ്, പൊതുപ്രവർത്തനാണ്. AC റോഡ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 24 കിലോമീറ്ററാണ്. ആ 24 കിലോമീറ്റർ 1958 EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ഉദ്ഘാടനം ചെയ്തതാണ്. അത് താന്നു കിടക്കുകയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ വെള്ളപ്പൊക്കമുള്ള വലിയ വെള്ളപ്പൊക്കം 18 വന്നു. വലിയ വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞപ്പോൾ കുട്ടനാടിനെ രക്ഷിക്കാൻ വേണ്ടി, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർ ഊരാളുങ്കൽ കമ്പനിക്ക് പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ടെൻഡർ കൊടുത്തിട്ട് റോഡ് പോക്കി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിന് കരകയറ്റാനും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സഞ്ചാരയോഗ്യമാക്കാനും വേണ്ടി ചെയ്തതാണ്. 2020 തുടങ്ങിയതാണ്. ഇപ്പൊ 6 വർഷം കഴിഞ്ഞു. എത്ര കോടി രൂപയായിരുന്നു? 800 കോടി. 750 ആയിരുന്നു. അതിന് 800 കോടി വരെ ചെലവെഴുതിയിട്ടുണ്ട്. ഇപ്പോഴും പണി തീർന്നിട്ടില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മിതിയാണെന്നും പറഞ്ഞ് പേപ്പർ കൊടുക്കുകയും പല രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ്. 10 ദിവസമായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആലപ്പുഴ റോഡിൽ കൂടെ ഇപ്പോൾ ബസ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. സഞ്ചാരയോഗ്യമല്ല. മങ്കമ്പി അമ്പക്കളം റോഡും വെള്ളത്തിലാണ് കിടക്കുന്നത്. കുട്ടനാടിന്റെ പല പാടശേഖരങ്ങളും മട വീണുപോയി. ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരിയുടെ 2 സൈഡിലും കച്ചവടക്കാർ കയറി പിടിച്ചിട്ട് ചെറിയ ചെറിയ പെട്ടിക്കിടം വെച്ചിട്ട് അതിന്റെ സൈഡിലെല്ലാം കടകളായതുകൊണ്ട് കസേര ഇട്ടിരിക്കുകയാണ്. നടക്കാൻ ഫുട്പാത്തിൽ കൂടെ നടക്കാൻ സാധിക്കത്തില്ല. തെരുവുപട്ടികളുടെ ശല്യം രൂക്ഷം. അതുപോലെ തന്നെ വേറൊരു വാട്ടർ പൈപ്പ് കഫി എന്ന് പറഞ്ഞ വലിയൊരു വാട്ടർ പൈപ്പ് അതിന്റെ മേളിൽ കൂടെ. ആ പാടെ വീതിയില്ല. 12 മീറ്റർ കൂടുതൽ വീതിയില്ല ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്. എങ്ങനെ പോകും? വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. ഒട്ടും വീതിയില്ലാതെ ഈ റോഡ് സഞ്ചാരയോഗ്യമല്ല. ജനങ്ങൾ അത് കണക്ക് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം വെള്ളം പൊങ്ങിയത് കാരണം കുട്ടനാടിന്റെ പലയിടത്തു നിന്നും ഈ കാറുകൾ വന്നിട്ട് ഈ റോഡിന്റെ 2 സൈഡിലും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം വെള്ളപ്പൊക്കത്തിൽ നിന്ന് കാശ് മുടക്കിയ വണ്ടി പിന്നെ എവിടെ കൊണ്ടുവെക്കും? അത് കണക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആരോട് പറയാനാണ്? ആര് നോക്കാനാണ്? ജനങ്ങളുടെ ദുരിതത്തിലാണ്. ഇന്ന് 10 ദിവസമായി ജനങ്ങൾ വീട്ടിൽ പോയിട്ട്, ഞാനിപ്പം ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. എനിക്കും പ്രായമാണ്. പക്ഷേ എവിടെ ചെന്ന് എങ്ങനെ കയറും? 2 പേരെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അരയേറ്റ ഉന്തുണ്ട് പെരയ്ക്കകത്ത്. എക്കൽ വന്ന് കിടക്കുക. ജനങ്ങൾ അത് കണക്ക് ദുരിതത്തിലാണ്. എത്ര കോടി? ഈ 750-800 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജനങ്ങളുടെ നികുതിപ്പണമാണ്. 24 കിലോമീറ്റർ സഞ്ചാരയോഗ്യമാക്കാനായിട്ട് 800 കോടി രൂപ എവിടെ പോയി? ഇത്
ഈ പൈസയുടെ കണക്ക് എവിടെയാണ്? ഞങ്ങൾക്ക് അതിനകത്ത് വളരെ കുട്ടനാട്ടുകാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സങ്കടത്തോടെ ഈ പറയുന്നത്. ആരോട് പറയാനാ? ഈ റോഡിന്റെ ഒരു എത്ര ശതമാനം കംപ്ലീറ്റ് ആയി ഇപ്പം? ഇപ്പൊ ഏതാണ്ട് ഫിനിഷിങ്ങിൽ നിൽക്കുകയാണ്. അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണ്. കാരണം ലൈറ്റുകളൊക്കെ പരിപാടിയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പൂർണ്ണമായിട്ട് കത്തുന്നില്ല. പാലങ്ങളുടെ പണി പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല ഇപ്പോഴും. അതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ കൂടെ ഓട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഓടയുടെ ഒരു ആവശ്യമില്ല, വെള്ളം ഒലിച്ചു പോകുന്നില്ല, വേസ്റ്റാണ് മുഴുവൻ. റോഡിന്റെ ഇരുവശങ്ങളിൽ ഓടയുടെ ആവശ്യമില്ല. AC കനാലിന്റെ സൈഡിൽ മാത്രം ഓട മതി. AC കനാല് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മങ്കമ്പീന്ന് ആ പള്ളാത്തുരുത്തി വരെ തുറക്കണം, എന്നാലേ കുട്ടനാടിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. AC കനാൽ തുറന്നാൽ വെള്ളപ്പൊക്കം വളരെ കുറയും. ജലം ഒഴുകി പോകാനുള്ള സൗകര്യമില്ല. ഈ നദി എന്ന് പറഞ്ഞാൽ AC കനാൽ എന്ന് പറഞ്ഞത് 1957 മണ്ണുമാന്തി കംപ്ലീറ്റ് ട്രക്ചർ ചെയ്ത് നിർമ്മിച്ചതാ. AC കനാലാ, പുതിയ കനാലാ അത്. ഞാൻ അന്ന് എനിക്ക് നിക്കറിട്ട് നടക്കുക. എനിക്ക് 12 വയസ്സേ ഉള്ളൂ, അറിയാമോ സാറേ? അതിന്റെ നിർമ്മിതി നേരിട്ട് കണ്ടതാ. ഞങ്ങളുടെ തെങ്ങേ കൂടെ കെട്ടിക്കിട്ടായിരുന്നു ഈ മണ്ണുമാന്തി കപ്പന്റെ കയർ, ഈ കമ്പിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഭൂമിയായിരുന്നു, അതാണ് AC കനാലായത്. പുത്തനാറെന്ന് പറയും, പുത്തൻ തോടാ അത് കറക്റ്റ് പറയുകയാണെങ്കിൽ. ഈ വെള്ളം ഒഴുകി പോകണമെങ്കിൽ മങ്കമ്പിൽ നിന്നും പള്ളാത്തുരുത്തി വരെ AC കനാലിൽ തുറക്കണം. തുറന്നാൽ മാത്രമേ കുട്ടനാടിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ നിർമ്മിതി എന്ത് ചെയ്യും? റോഡ് എങ്ങനെ പോക്കും? ഇവരാരോട് പറയും? ഇത് നിരന്തരം പല ചാനലുകാരും TV കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഉത്തരം പറയാൻ ഒരു നേതാക്കന്മാരോ മന്ത്രിമാരോ അതിന് ഉത്തരം പറയുന്നില്ല. പ്രതിപക്ഷവും പറയുന്നില്ല, ഭരണകക്ഷിയും പറയുന്നില്ല. ജനങ്ങൾ ദുരിതത്തെ അനുഭവിക്കുന്നുള്ളൂ. നികുതി പണം മുഴുവൻ 800 കോടി രൂപ ചിലവായി. അല്ലെ 750 മുതൽ 800 കോടിയായി എന്ന് പറയുന്നത്. 750 പോരാ ചെന്ന് തികഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴും പണി തീരാതെ കിടക്കുക, പണി പൂർത്തിയായിട്ടില്ല. AC റോഡിന്റെ പരിപാടി ഇങ്ങനെ താന്ന് പൂവം മുതൽ ഇങ്ങോട്ട് ജനം ശരിക്കും അനുഭവിക്കുന്നത്. 24 കിലോമീറ്റർ ദൂരം ജനം ദുരിതത്തിൽ തന്നെയെന്ന് പറയാം. യാതൊരു സംശയമില്ല. അതിന് നേരിട്ട് വേണേ കാണാം. നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ? അതായത് കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ ഇതെല്ലാം ചെയ്തു. ഇനി UDF അധികാരത്തിൽ വന്നപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ മേളിൽ എന്ത് ചെയ്യാൻ UDF സർക്കാരിന് സാധിക്കും? എന്ത് ചെയ്യാൻ സാധിക്കും? പരസ്പരം കുറ്റപ്പെടുത്തുക അല്ലാതെ കണ്ട്, ഭരണപക്ഷവും പ്രതിപക്ഷവും കുറ്റപ്പെടുത്തുക എന്നല്ലാതെ കണ്ട് ഇതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. AC കനാൽ തുറന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. വെള്ളം ഒഴുകി പോകും. ഈ AC കനാൽ തുറക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടോ അല്ലെ തടസ്സമോ എന്താണ് കാര്യം? തടസ്സമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മങ്കമ്പ് മുതൽ അങ്ങോട്ട് കച്ചവടക്കാർ കയറി അവർ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. AC കനാൽ തുറക്കാനായിട്ടുള്ള തടസ്സങ്ങൾ അതാണ്. മങ്കമ്പ് ജംഗ്ഷൻ മുതൽ, മങ്കമ്പ് പാലം മുതൽ ഈ പള്ളാത്തുരുത്തി വരെ സകല കച്ചവടക്കാരും ഇതിനകത്ത് കയറി അവർ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. കനാല്, അതായത് ഷട്ടറൊക്കെ ഇട്ട് വലിയ ഷീറ്റൊക്കെ ഇട്ട് കടകൾ വെച്ചിരിക്കുക. കച്ചവടക്കാർ കയ്യേറിയിരിക്കുക. അവരവിടുന്ന് മാറ്റാൻ ഒഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കച്ചവടക്കാരെ വേറെ എവിടെയെങ്കിലും ഒഴിപ്പിച്ച് വിടണം. പാലം മുതൽ, ഭൂവം മുതലുണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന മങ്കമ്പ് പാലം തുറക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. തുറക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ MS സ്വാമിനാഥനായിരുന്ന കാലത്ത് അങ്ങനെ മരിച്ചുപോയി. അദ്ദേഹം ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെ നടപ്പാക്കി സ്വാമിനാഥൻ കമ്മീഷൻ റെഡിയായാൽ ഒരു കുഴപ്പമില്ല. ഇത് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ആയുഷ്കാലം മുഴുവൻ അനുഭവിക്കേണ്ടി. AC റോഡ് ഇനി എങ്ങനെ പോക്കാൻ സാധിക്കും? ഇവർ പൊക്കുമോ ഇനി വീണ്ടും? ഈ രണ്ട് സൈഡിലും കൂടെ ഈ ഓടയോടെ വന്നപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. വടക്കേ സൈഡിൽ ഓടയുടെ ഒരാവശ്യവും ഇല്ല. തെക്കേ സൈഡിൽ കനാലിലേക്ക് മാത്രം ഓട മതിയായിരുന്നു. അത് ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ട് ആ ഫുട്പാത്ത് രണ്ടും കൂടെ മനുഷ്യർക്ക് നടക്കാൻ പറ്റുകയില്ല. ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കാല് മടിഞ്ഞു പോകും. അതും പൂർണ്ണമായിട്ട് പണി തീർന്നിട്ടില്ല. പലപ്പോഴും 2 തൂമ്പായിട്ട് 2 പണിക്കാർ വന്നിട്ട് അവിടെ നിൽക്കുന്നത് കാണാം. എന്തൊക്കെ ചെയ്തിട്ട് പോകും, പിന്നെയും പോകും. ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ലൈറ്റ് ഈ സോളാർ ലൈറ്റ് അത് പൂർണ്ണമായും പണി തീർന്നിട്ടില്ല. വെട്ടമില്ല. രണ്ട് സൈഡിലും വടക്കേ സൈഡ് തെക്കേ സൈഡ് മുഴുവൻ മരങ്ങളാണ്. അത് കാറ്റത്ത് ആടി ഒലഞ്ഞ് മറിഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതിൻ്റെ ശകരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി AC കനാല് ഒന്ന് നല്ല രീതിയിൽ അത് ഒന്ന് ചെയ്തിരുന്ന ഭംഗിയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഇങ്ങനെ പരാതികൾ പറയുക എന്നല്ലാതെ കുട്ടനാടൻ ജനത ഇത് അനുഭവിക്കണം. എന്തുമാത്രം പാടശേഖരങ്ങളാണ് മട വീണ് പോയിരിക്കുന്നത്. കുട്ടനാടൻ ജനത ഇപ്പോഴും വീട്ടിൽ ചെല്ലാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 400 ചില്ലാൻ കുടുംബങ്ങൾ മങ്കമ്പ് പോരൂക്കര കുടുംബത്തിലുണ്ട്. അങ്ങനെ 10,000 ആൾക്കാർ. ആലപ്പുഴ 2-3 സ്കൂളിൽ കുട്ടനാട്ടുകാരുണ്ട്. ഇവർക്ക് ആർക്കും അങ്ങോട്ട് ചെന്ന് പറ്റാൻ സാധിച്ചിട്ടില്ല. ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവർ ക്യാമ്പിൽ കിടക്കുമ്പോഴത്തേക്ക് സൽമാനം ഫുഡും കിട്ടും, എന്തെങ്കിലും കിട്ടും. അവർ ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ എത്ര രൂപ നഷ്ടപരിഹാരം വരണം? ഇതെങ്ങനെ ഇവിടെ നിന്ന് മോചനം എങ്ങനെ നേടും? ഞങ്ങളുടെ സങ്കടം കൊണ്ട് പറയുകയാണ്. കുട്ടനാട്ടുകാർ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ഞാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.